Meet the editors. മാറ്റത്തിന് മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം. സുനിൽ ഡൽഹിയിൽ നിന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സുനിൽ, ഇപ്പോൾ ഡൽഹിയിലാണല്ലോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. നേതാക്കൾ ഒരുമിച്ച് പ്രതികരിക്കണമെന്ന പ്രതികരണം നമ്മളിപ്പോൾ MA ബേബിയിൽ നിന്ന് കേട്ടിരിക്കുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ, എന്താണ് അകത്ത് നടക്കുന്ന ചർച്ചകൾ? ഒരു മാറ്റത്തിനുള്ള സാധ്യത എത്രത്തോളം കാണും? നോക്കൂ, കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്ത്, ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം കാലത്തിൽ CPIM അതിൻ്റെ ചരിത്രത്തിലെ, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളെ, അസാധാരണമായ തിരിച്ചടികളെ നേരിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലമാണ് ഇത്. അപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ നോക്കിയാൽ രാജ്യത്തെവിടെയും അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ്. അതിപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ പറഞ്ഞതുപോലെ രാജ്യത്തെവിടെയും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അടിയന്തരമായ ചില തിരുത്തലുകൾ പാർട്ടിക്ക് അനിവാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം നമുക്കറിയാം. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു CPM-ഉം ഇടതുപക്ഷവും കേരളത്തിൽ മുന്നോട്ട് പോയത്. കേരളത്തിൽ ഏത് വിധേനയും വിജയിക്കും എന്നതായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയത്. അങ്ങനെ തന്നെയുള്ള പൊതു വിലയിരുത്തലാണ് ഇടതുപക്ഷമൊക്കെ തന്നെ നടത്തിയതെങ്കിൽ പോലും ആ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കണക്കുകൂട്ടലുകൾ പിഴച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആ തിരിച്ചടി ഉണ്ടായത്? ആ തിരിച്ചടി എന്നത് കേവലം ഒരു ശൈലിയിലുണ്ടായിട്ടുള്ള തെറ്റായ സമീപനമാണോ ആ തിരിച്ചടിക്ക് കാരണം? അതോ ഒരു വ്യക്തിയിലേക്ക് മാത്രം എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചതാണോ തിരിച്ചടിക്ക് കാരണം? അതല്ല പാർട്ടിയുടെ ആശയപരമായ വ്യതിയാനമാണോ തിരിച്ചടിക്ക് കാരണം എന്ന കാര്യത്തിൽ ഗൗരവമായ പരിശോധനയാണ് കേന്ദ്ര കമ്മിറ്റി നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ശൈലിയോ അതല്ല എങ്കിൽ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച സാഹചര്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ ഒരു ശൈലി, അതല്ലെങ്കിൽ പെരുമാറ്റം, അതിനപ്പുറത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയപരമായ നയപരമായ കാര്യങ്ങളിൽ CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഹരമുണ്ടായി എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെയാണ് വലിയ വിമർശനം പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നമുക്കറിയാലോ, ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുള്ള വിശാലമായ വിശകലനമാണ് നടക്കുന്നത്. അതിനുശേഷം തെറ്റുതിരുത്തൽ നടപടിയാണ്. പക്ഷേ കേരളത്തിൽ ഒരു നേതൃമാറ്റമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ തീരുമാനങ്ങളോ ഒന്നും തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതിനായി ഒരു വിശാല സംസ്ഥാന ഘടകം യോഗം ചേരാൻ പോകുന്നു. ആ യോഗത്തിലായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത്. നേതൃമാറ്റം വേണോ? അങ്ങനെ ഒരു പതിവ് CPM-ൽ ഇല്ല എങ്കിൽ പോലും അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിശാലമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ആ യോഗത്തിലായിരിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് CPM അതിൻ്റെ രാഷ്ട്രീയ ലൈനിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് തിരുത്താൻ പോകുന്നത്? അതെങ്ങനെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്ത്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കാലത്തൊക്കെ തന്നെ ഉയർന്ന വലിയ വിവാദം ഇടതുപക്ഷവും BJP-യും തമ്മിലൊരു ധാരണയുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ പ്രചരണം UDF നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം CPM-നെ സംബന്ധിച്ചുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി പ്രതിരോധിച്ചില്ല എന്നത്. മുസ്ലിങ്ങളെ വർഗീയവാദി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടി അദ്ദേഹത്തിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അന്ന് CPM-നും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റാനുള്ളൊരു കാരണമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ 10% വോട്ട് കുറഞ്ഞു പോയപ്പോൾ ആ 10% വോട്ട് നേരെ പോയത് UDF-ലേക്കാണ്. അപ്പോൾ അവിടെ BJP വിരുദ്ധ രാഷ്ട്രീയം, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോഴും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശനെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ കണ്ടു എന്നത് സംബന്ധിച്ചുള്ള വിഷയം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് ചർച്ചകളിലാണ്. അപ്പോൾ അതിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ RV ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ ശക്തമായി ഇടതുപക്ഷ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ CPM സമരങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്, പ്രതിരോധം ഏറ്റെടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
തന്നെയാണ്. അപ്പോഴും ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചകളിൽ ഉയർന്നു വന്നതുപോലെ തന്നെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ അത് കൂടി CPM നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു വിശകലനവും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ വിഷയമാണ് CPI ഉയർത്തുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ നിസ്സാരമായി കാണുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 10, 15, 16 വർഷം മുൻപ്, എനിക്ക് ആ ഒരു വർഷം കൃത്യമായി ഓർമ്മയില്ല, അന്ന് ഹൈദരാബാദിലെ CPIയുടെ പാർട്ടി കോൺഗ്രസ് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്നത്തെ CPIയുടെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് CPMന് വലിയേട്ടൻ നയമാണ്. CPM ആണ് എല്ലാ കാര്യങ്ങളും ഏകപക്ഷീയമായി തീരുമാനിക്കുന്നത്. CPIയെ അതിൻ്റെ ഇടതുപക്ഷ പാർട്ടിയാണ് എന്ന നിലയിൽ പരിഗണിക്കുന്ന ഒരു സമീപനം പല കാലത്തും CPM സ്വീകരിച്ചിട്ടില്ല എന്ന് അന്നു മുതൽ തന്നെ CPIക്കുള്ളൊരു വിമർശനമാണ്. ഇത് പുതിയ വിമർശനമല്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ CPI ഈ ഒരു നിലപാട് കടുപ്പിക്കുന്നു, അതായത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുള്ള നിലപാട് കടുപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇത്തവണ ഏത് വിധേനയും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ബിനോയ് വിശ്വം അതാണല്ലോ, ഇപ്പോൾ ഒറ്റ പാർട്ടി ഒറ്റ തീരുമാനം എന്ന നിലയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ CPIയുടെ ഒരു ശക്തമായ സന്ദേശമുണ്ട്. അതെങ്ങനെയായിരിക്കും CPM ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, അത് തീരുമാനിച്ചു കഴിഞ്ഞതാണ്, അത് അവസാനിപ്പിച്ച കാര്യമാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞുവെങ്കിൽ പോലും CPI അത് അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് MA ബേബി, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഈ ക്വാർട്ടർ ഫൈനൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ഈ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്ന ഹാളിലെ വലിയ സ്ക്രീനിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ, അതിൽ അരുൺകുമാറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇരുന്നുകൊണ്ട് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ട്, അപ്പോൾ അർജന്റീനയുടെ വിജയം, ക്വാർട്ടർ ഫൈനലിലെ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറേ നേരം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ MA ബേബി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഇത്തവണ മെസ്സിക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അർജന്റീനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് വലിയ കാര്യം തന്നെയാണ്. ഈ ഫുട്ബോൾ കോർട്ടിൽ എന്ന പോലെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ തന്നെ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും അത് ഫുട്ബോൾ കോർട്ടിലായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ MA ബേബി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഈ പ്രതികരണങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ CPM കേന്ദ്ര നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ചില പദ്ധതികളുണ്ട്. അത് എങ്ങനെയായിരിക്കും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നത് ഞാൻ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ്. പക്ഷേ മാറിയേ മതിയാകൂ. അതല്ല എങ്കിൽ CPMന് കേരളത്തിൽ മാത്രമല്ല മറ്റെവിടെയും ഒരു ഭാവിയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഇതുവരെ ഇടതുപക്ഷത്തിന് അവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ട് പോലുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ CPMന് ശക്തമായ വേരോട്ടമുണ്ട്, സംഘടനാ ശക്തിയുണ്ട്, 5 ലക്ഷത്തിലധികം മെമ്പർഷിപ്പുണ്ട്. ആ മെമ്പർഷിപ്പിന്റെ ഭാഗമായുള്ള വലിയ പാർട്ടി കുടുംബങ്ങളുണ്ട്, പാർട്ടി അനുഭാവികളുണ്ട്, പാർട്ടി സംഘങ്ങളുണ്ട്. ഇതൊക്കെയുള്ളപ്പോഴും രാഷ്ട്രീയമായി CPM എങ്ങനെ കേരളത്തിൽ ഇനി മേൽക്കൈ നേടാൻ പോകുന്നു, തിരിച്ചു വരാൻ പോകുന്നു, എന്തിന് CPMനെ ഇടതുപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾ ഇനി വോട്ട് ചെയ്യണം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് തിരുത്തലുകൾ വരുത്തി, മാറ്റം വരുത്തി, തിരുത്താനുള്ള മനസ്സോടുകൂടി CPM മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ CPI അടക്കം ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടും എന്നുകൂടി ഞാൻ കണക്കാക്കും. ശരി, മാറ്റത്തിന് മനസ്സുണ്ടോ എന്നുള്ള ചർച്ച നമുക്ക് തുടരാം. ചർച്ചയിലേക്ക് മാധു, മാറ്റത്തിന് മനസ്സുണ്ടോ CPMന് മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മീഡിയ എടുത്തതിന് മുൻപ് തിരുത്തുന്നത് ശരിയായ ദിശയിലോ എന്ന തലക്കെട്ടിൽ ഒരു തവണ ചർച്ച ചെയ്തിരുന്നു. ശരിയായ ദിശയിലാണ് എന്നാണ് ഞാൻ അന്ന് ആ ചർച്ചയിൽ നിലപാടെടുത്തത്. കാരണം തിരുത്ത് എന്നൊരു ചുവടുവെപ്പ് വെക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുകയല്ല. ഇത് നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല എന്ന് വിചാരിച്ച് തള്ളിപ്പറയുകയുമല്ല വേണ്ടത്. തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണേണ്ടതാണ് എന്നായിരുന്നു അന്ന് എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത്. അത് CPMന്റെ ഘടകങ്ങളിൽ കൃത്യമായ ചർച്ചകൾ ഉണ്ടാവുകയും നേതൃത്വത്തെയും പാർട്ടി സ്വീകരിച്ച നിലപാടുകളെയും വെള്ളാപ്പള്ളി വിഷയമടക്കം
ശബരിമല കൊള്ളയടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയാണ്, ന്യൂനപക്ഷത്തിനെതിരായ പരാമർശങ്ങൾ, ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടിക്ക് തിരിച്ചടിച്ചത് എന്നത് കൃത്യമായി ചർച്ച ചെയ്യുകയും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ഒരു തിരുത്തൽ പ്രക്രിയ പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ED പരിശോധനയോടുകൂടി അതിന് അന്ത്യം കുറിക്കപ്പെട്ടു. മാത്രമല്ല പ്രതിരോധത്തിലേക്ക് പാർട്ടി പോവുകയും ചെയ്തു. അവിടെ ആ ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ തിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നേതാക്കൾക്കെതിരെ ഘടകങ്ങളിൽ എവിടെയാണോ പറയേണ്ടത് അവിടെ ഉയർന്നു വന്ന വിമർശനമാണ്. ഇപ്പോഴുണ്ടാകുന്ന വിമർശനങ്ങൾ അത് തിരുത്തലിന് വേണ്ടിയാണോ അതോ കുറച്ച് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അതിനെ 2 തലത്തിലുമാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. നോക്കൂ, പാർട്ടി തോറ്റു, നല്ലതുപോലെ തോറ്റു, ഗോവിന്ദമാഷ ഭാഷയിലാണെങ്കിൽ. അങ്ങനെ തോൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന നേതാക്കൾക്കെല്ലാം ഈ കാര്യങ്ങൾ അവനവന്റെ ഘടകത്തിൽ കൃത്യമായി ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നതുണ്ടായില്ല. പിന്നീട് ഇപ്പോഴാണ് ഇത് ഉന്നയിക്കപ്പെടുന്നത്. ഇനി തോറ്റ സമയത്ത് പോലും വിളിച്ചു പറയാത്ത കാര്യങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന ഘട്ടത്തിലാണ് എങ്കിൽ പോലും ഇപ്പോൾ അത് വ്യക്തമായി പറയുന്നുണ്ടോ? പകരം എന്താണ് ചെയ്യുന്നത്? അത് വാർത്തയാകണമെന്ന ലക്ഷ്യത്തോടു കൂടി പറയുന്നു. അത് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലുള്ള ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളും മുഴുവൻ ചർച്ച ചെയ്തതിനു ശേഷം എങ്ങനെ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയാൻ പറ്റുന്ന പരുവത്തിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നല്ല പിള്ളയായി തുടരണം, പക്ഷെ അതേ സമയത്ത് തന്നെ പറയാനുള്ളത് പറയുകയും ചെയ്യണം എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. പല പരാമർശങ്ങളും ആ നിലയ്ക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പ്രശ്നവുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് ചില പരാമർശങ്ങൾ നടത്തി. KK രാഗേഷ് അത് ഒരു പരിധിവരെ വേണമെങ്കിൽ രാഷ്ട്രീയമായി UDFിനെ എതിർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്. മുഖ്യമന്ത്രി തന്നെ അതിൽ മറുപടി ചോദിക്കുന്നു. KK രാഗേഷ് അതിന് മറുപടി പറയുന്നു. നമ്മൾ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യുകയും ചെയ്തു. KK രാഗേഷിനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തള്ളി പറയുകയാണ്. തള്ളി പറയുമ്പോൾ ഈ കീഴ്വഴക്കം അതുതന്നെയാണ്, അല്ലാതെ ദുനിയാവിലും ആയത്തിലും ഇല്ലാത്തതുപോലെയുള്ള വർത്തമാനം പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. KK രാഗേഷിനെ പാർട്ടിക്ക് തിരുത്തണമെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള വേദികളില്ലേ? ഇവർക്കെല്ലാവർക്കും ആ നിലപാട് പറയാൻ കഴിയുന്നല്ലേ? അങ്ങനെയല്ല ഉണ്ടാകുന്നത്. KK രാഗേഷ് അല്ല ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ്. അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിനോടൊപ്പം ഗോവിന്ദൻ മാഷക്കെതിരെയുമാണ്. ഇതൊക്കെ ഇവർക്ക് പറയാൻ നേരത്തെ വേദികൾ ഉണ്ടായിരുന്നതേ. ഇപ്പോഴത്തെ വേദിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇതൊക്കെ പറയപ്പെടുന്നുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അതിനപ്പുറത്ത് മാധ്യമങ്ങളിലേക്കും അത് പറയേണ്ടതുണ്ട്. പാർട്ടി 2 വഴിക്കാണ്, പ്രത്യേകിച്ചും കണ്ണൂർ ഘടകം 2 വഴിക്കാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം പറയാൻ പാടില്ലാത്ത എന്ന് കരുതിയ, പറയാൻ ഇത്രയും കാലം മുന്നോട്ട് വരാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എവിടെയായിരുന്നു? കേന്ദ്ര കമ്മിറ്റി ഒരു വലിയ ഫോറമല്ലേ, അധികാരമുള്ള ഫോറമല്ലേ? ഇത്രയും കാലം പാർട്ടിക്ക് അവരുടെ നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ എവിടെയായിരുന്നു? ഈ പാർട്ടി ജനറൽ സെക്രട്ടറി എവിടെയായിരുന്നു? മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കാരണഭൂതൻ പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടും നൃത്തവും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന മഹനീയ നേതാക്കളാണല്ലോ. അന്ന് തിരുത്താത്തത് എന്താണ്? അന്നും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുകയാണ് പാർട്ടിക്ക് പോറലേൽക്കാത്തതുപോലെയുള്ള തിരുത്തലുകളാണ് വേണ്ടത് എന്ന്. പാർട്ടിക്ക് പോറലേൽക്കുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ പോലും ഇവരൊക്കെ വലിയ പാർട്ടി ക്ലാസുകൾ എടുക്കുന്നവരും പാർട്ടിയുടെ ആചാര്യന്മാരും ഒക്കെയാണ്. പാർട്ടിക്ക് പോറലേൽക്കുന്നു എന്നും പാർട്ടി ഇവരൊക്കെ ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ വ്യക്തിയധിഷ്ഠിതമായ നിലപാടുകളിലേക്ക് മാറുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുമ്പോഴും മിണ്ടാതിരുന്നത് ഭയന്നിട്ടാണോ? അപ്പോൾ ഇപ്പോൾ ഗോവിന്ദമാഷ് മുമ്പ് പറഞ്ഞല്ലോ ഭയപ്പാടില്ലാതെ അഭിപ്രായങ്ങൾ പറയാമെന്ന്. അങ്ങനെ അഭിപ്രായം പോയിട്ട് പുത്തലത്ത് ദിനേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നൊരു കമന്റ് ഇട്ട ആളെ LC സെക്രട്ടറിയെ പറഞ്ഞു വിടുന്ന പാർട്ടിയാണ്. തിരുത്താൻ പോകുന്നു അത്രേ. അപ്പോൾ ആ നിലയ്ക്കാണ് ഇവർ ഈ തിരുത്തുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. 1 മാസം മുമ്പ് ഞാൻ അങ്ങനെയല്ല, അതിനെ വളരെ പോസിറ്റീവായി കണ്ട ഒരാളാണ്. ഇനി വേറെയുമുണ്ട്. ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു കാര്യം സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് ആശമാർ പട്ടിണി സമരം ചെയ്ത സമയത്ത് എവിടെയായിരുന്നു? ഈ പറയുന്ന വനിതാ നേതാക്കളൊക്കെ എവിടെയായിരുന്നു? പാർട്ടി ആ നിലപാടല്ല സ്വീകരിക്കേണ്ടതെന്നും ഈർക്കിൽ സംഘടനകളാണ് എന്ന് അധിക്ഷേപിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തിരിച്ചു പറയാത്തത്? സ്ത്രീകളാണ്, അവർ തലമുട്ടയടിച്ച് പ്രതികരിക്കുന്ന സമയത്ത് അവരുടെ അഭിമാനത്തിന് നേരെയുള്ള കാര്യമാണ്. 10 രൂപ കൂട്ടിക്കൊടുക്കില്ല എന്ന നിലപാട് ഒരു തൊഴിലാളി പാർട്ടിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞ് തിരുത്താത്ത എന്താ? എന്നിട്ട് കോൺഗ്രസ്സുകാരും ഒന്ന് കൂട്ടിക്കൊടുത്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെയല്ല ആ നിലപാട് പറയേണ്ടത്. പറയേണ്ട സമയത്ത് പറയണമായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് ഒരു സ്വരം ഉണ്ടാകണ്ടേ? ഒരു സ്വരം. അത് മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്ന നിലപാട് എന്തായിരുന്നു? അവിടെ ഒരു മൊണോപ്പൊളി ഉണ്ടാക്കപ്പെടും, അവിടെ ഒരു കുത്തകവൽക്കരണം ഉണ്ടാക്കപ്പെടും, 25% മുകളിലാണെങ്കിൽ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് ആ
ആ ട്രാൻസ്ഫറോ ഈ പറയുന്ന ട്രീറ്റിയോ പാടില്ല എന്നായിരുന്നു ആ അഭിപ്രായം ഇപ്പോഴത്തെ CPM-ൽ എത്ര നേതാക്കൾക്കുണ്ട്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനപ്പുറത്ത് പാർട്ടിക്കൊരു നിലപാടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇതാണ് പാർട്ടിയുടെ നിലപാടെന്ന് ആരാണ് പറയുക? പാർട്ടി സെക്രട്ടറിയോ? പാർട്ടി സെക്രട്ടറിക്ക് പിണറായി വിജയൻ പറഞ്ഞ നിലപാട് തന്നെയാണുള്ളത്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താ വിഴിഞ്ഞത്തിൽ? ഇനി LDF-നൊരു നിലപാടുണ്ടാകണ്ടേ? LDF-നൊരു നിലപാടുണ്ടാകണമെങ്കിൽ LDF യോഗം ചേരണ്ടേ? ആ യോഗം ചേരാത്തതിന്റെ കാരണം എന്താണ്? ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഉപനേതൃ പദവി ഉന്നയിക്കാൻ CPI-ക്ക് ഒരു വേദി ഉണ്ടാകരുത്. ആ വേദി ഉണ്ടാകാത്തതിന്റെ പേരിലാണ് നേരത്തെ PM ശ്രീക്ക് സമാനമായ സമ്മർദ്ദവുമായി CPI മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അന്ന് കൃത്യമായി ഈ ചർച്ചകളുടെ വേദികൾക്കപ്പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ബിനോയ് വിശ്വമടക്കം ദീർഘമായ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളുടെ നിലപാട് ഇതാണ്, സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അതായത് പിന്നീട് സമവായ CPI ഈ പറയുന്ന ധാർമ്മികത കൂടുതലുള്ള പാർട്ടി എന്നുള്ളതാണല്ലോ അവർ തന്നെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് അവർ പറഞ്ഞതിന് ശേഷം പിന്നാക്കം പോയാൽ ഞങ്ങൾ വശപ്പെട്ടു, ഞങ്ങൾ വഴങ്ങി എന്ന ഒരു ചീത്തപ്പേരുണ്ടാകും. അതിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ശക്തമായ ഒരു PM ശ്രീ വിഷയം മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഈ പറയുന്ന തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അവർ LDF-ന്റെ സ്വരത്തിലേക്ക് മാറുകയും ചെയ്തു. ഇത് ഇപ്പോഴും ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടും സമാനമായ തന്ത്രമാണ് CPI ഇപ്പോൾ പയറ്റുന്നത്. കൃത്യമായി അടുത്ത ചൊവ്വാഴ്ചയാണ് ചർച്ച. അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയേ തീരൂ എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. അവിടെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് തന്ത്രപരമായൊരു പിഴവുണ്ടായി. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ അഭിമാനത്തിന് നേരെ ചൂണ്ടിയ വിരലാണ്. സ്വാഭാവികമായും അന്ന് VP സുനിലടക്കം K രാജൻ അടക്കമുള്ളവരൊക്കെ വലിയ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇനി അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നോട്ട് പോയാൽ അവരുടെ അസ്തിത്വത്തെയും അഭിമാനത്തെയുമാണ് അത് ബാധിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. CPM-ന് 26-ഉം CPI-ക്ക് 8-ഉമാണ് നിലവിലുള്ള അംഗത്വം എന്ന് പറയുന്നത്. ഉപനേതൃ പദവി വേണം. കീഴ്വഴക്കമാണ് CPM-ന്റെ പ്രതിരോധം. കീഴ്വഴക്കത്തിൽ അങ്ങനെയില്ല. KN ബാലഗോപാലിന് കൊടുക്കാൻ വെച്ച പദവിയാണ് എന്നാണ് പറയുന്നത്. ഒരുമിച്ച് പോകണമെങ്കിൽ അധികാര സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കണം എന്ന് ഇന്ന് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിലടക്കം പറയുകയും ചെയ്യുന്നു. വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സംഭവം എന്നത് പോകട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ കാര്യത്തിൽ അത് VD സതീശനെതിരായ ആരോപണങ്ങളാകട്ടെ, അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, ഇതൊന്നും LDF-ൽ ചർച്ച ചെയ്യുന്നില്ല. LDF-ൽ ചർച്ച ചെയ്യുകയോ കൂട്ടായ സമരത്തിന് ഒരുമ്പെടുകയോ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും കൂട്ടായ സമരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് ചർച്ച ചെയ്യണമെങ്കിൽ വേദി വേണം. വേദിയുമായി പോയിട്ടുണ്ടെങ്കിൽ അത് ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. ഇങ്ങനെ ഒരു കൂട്ടായ സമരത്തിനോ കൂട്ടായ രാഷ്ട്രീയ തീരുമാനത്തിനോ വേദിയില്ലാത്ത ഒന്നായി LDF മാറിയിരിക്കുന്നു. LDF ഇല്ല നിലവിൽ. CPM-ഉം CPI-യും എന്ന നിലയ്ക്ക് അഭിപ്രായത്തിൽ അനൈക്യമുണ്ടായിരിക്കുന്നു എന്നതാണ്. ഇനി നിയമസഭയിൽ പ്രതിരോധിക്കുന്നുണ്ടോ മര്യാദയ്ക്ക്? നിയമസഭയിൽ പ്രതിരോധിക്കണമെങ്കിലും LDF-ന്റെ MLA-മാർക്കിടയിൽ ഒരു ഐക്യം വേണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ഈ പറയുന്ന CPM-ന്റെ സൈബർ അണികൾ മാസ് BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ മാസാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലവും നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമൊക്കെ മാസാണെന്ന് പറഞ്ഞ് ജനവികാരം എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയ അതേ കൂട്ടങ്ങളാണ് ആ കാര്യവും ഇപ്പോൾ ചെയ്യുന്നത്. നിയമസഭയിലെ 1 or 2 പ്രതികരണങ്ങൾ എടുത്ത് നിങ്ങൾ വളരെ മാസാണ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭരണപക്ഷത്തിന്റെ ഈ പറയുന്ന 102 അംഗങ്ങളുടെയും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെയും ചെറുക്കുന്നതിൽ CPM-ന് തന്ത്രപരമായ പിഴവ് നിയമസഭയിലും സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുക പ്രധാനമാണ്. പ്രതിപക്ഷമാണ്, നിങ്ങളാണ് ശബ്ദമുയർത്തേണ്ടത്. നിങ്ങൾക്ക് നേരെയാണ് നിലവിൽ ചോദ്യമുണ്ടാകുന്നത്. നോക്കൂ, വിഴിഞ്ഞം വിഷയത്തിൽ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷം നിലവിൽ CPM-ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? P രാജീവ് അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? ഇപ്പൊ MSc വന്നാൽ കുഴപ്പമില്ല ആർക്കും. ഇപ്പൊ മൊണോപ്പോളിയും ആർക്കും കുഴപ്പമില്ല. അവിടെ കരാറുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല. സർക്കാർ അറിഞ്ഞില്ല എന്നൊരൊറ്റ കാര്യം, അവിടെ ഒരു ഹേസ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ മാത്രമാണത്രേ പ്രശ്നം. എപ്പോഴാണ്, ഏത് യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് സഖ്യകക്ഷികളുമായുള്ള ചർച്ചയിലുമാണ് MSc വന്നതിൽ കുഴപ്പമില്ല എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയത്? എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വിഴിഞ്ഞത്തിൽ MSc വരുന്നതിൽ CPM-നോ LDF-നോ പ്രശ്നമുണ്ടോ? കരാറിനെതിരാണെന്ന് CPI പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ നിലപാട് നേരത്തെ അതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിലപാട് എന്താ? ഈ കാര്യത്തിലൊന്നും ഐക്യമില്ല എന്നുള്ളതാണ്. ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസും P രാജീവും അടക്കമുള്ളവരെല്ലാവരും അഭിപ്രായമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് BJP ഭരിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഹിന്ദു ഐക്യവേദി നേതാക്കൾ അവരുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ നിവേദനങ്ങളായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയോട് ഔദ്യോഗികമായി പെർമിഷൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രി കൊടുക്കേണ്ട എന്നാണ് CPM പറയുന്നത്. ഔദ്യോഗികമായ സന്ദർശനത്തിന് G സുകുമാരൻ നായർ അടക്കം ആവശ്യം തേടിയപ്പോൾ അത് നിരാകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പറയും. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു വിവേചനാധികാരം ഉപയോഗിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാം. ഹിന്ദു ഐക്യവേദിക്ക് പെർമിഷൻ കൊടുക്കുന്നു. ഹിന്ദു ഐക്യവേദിക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ CPM ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് BJP-യുമായുള്ള ബന്ധം, CPM-ഉമായുള്ള ബന്ധം എന്നൊക്കെയാണല്ലോ. ഇതേ സന്ദർശനത്തിന് ശേഷം RV ബാബു പിന്നീട് എഴുതിയിട്ടൊരു പോസ്റ്റുണ്ട്. അതെന്താണെന്നറിയാമോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഞാൻ നിയമസഭയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടത് CPM
മറ്റു സംഘങ്ങൾ വലിയ വിവാദമായി മാറ്റിയിരിക്കുകയാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. വി ഡി സതീശനെ സന്ദർശിക്കുന്നതിന് 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ 2 തവണ സന്ദർശിച്ച ഹിന്ദു ഐക്യവേദി നേതാക്കൾ നിവേദനം നൽകിയ സംഭവം മറച്ചുവെച്ചുകൊണ്ടാണ് ഈ സന്ദർശനത്തെ ഇക്കൂട്ടർ വിമർശിക്കുന്നത്. ഇന്ന് വന്ന പ്രതികരണമല്ല. ഇന്ന് ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് ഇന്നലെ ഇതേ ആർ വി ബാബു വി ഡി സതീശന്റെ കാര്യത്തിൽ കള്ളം പറയില്ല എന്നാണല്ലോ ഇപ്പൊ ജോൺ ബ്രിട്ടാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കള്ളം പറയാത്ത, വി ഡി സതീശന്റെ കാര്യത്തിൽ കള്ളം പറയാത്ത ആർ വി ബാബുവാണ് അതേ ഫേസ്ബുക്കിലിടുന്നത്. ആർ വി ബാബുവിന് വിശ്വാസമാണല്ലോ. ആർ വി ബാബു ഫേസ്ബുക്കിലിടുന്നത് 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ 2 തവണ സന്ദർശിച്ചു. 2016 അധികാരമേറ്റ 6 മാസത്തിനുള്ളിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഹിന്ദു അവകാശ പത്രികയുടെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് പിണറായി വിജയനെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ കണ്ടത്. ഒഫീഷ്യലാ. അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും താല്പര്യവും സമയവും ഉണ്ടെങ്കിൽ കാണണമെന്നത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ ഇതിനെന്ത് മറുപടി പറയും? അങ്ങനെ മുന്നോട്ട് വെക്കുന്ന വിവാദങ്ങൾ മുഴുവനും ഈ പറയുന്ന തൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ 1000 പിന്നെ കൊള്ളുമ്പോൾ 10,000 എന്നൊക്കെ പറയല്ലോ, ആ രീതിക്ക് തിരിച്ചു വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിവെച്ചാൽ നന്നായിരിക്കും. ശരി, മാറ്റത്തിന് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റത്തിന് മനസ്സുള്ളതായി നൽകുന്ന ഒരു സൂചന നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണ്. അന്ന് അത് ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോലും ഉണ്ടായ കാര്യങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിൽ നേരത്തെ വന്ന വിമർശനമാണ്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 100 പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്ന് അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്നൊരു തുറന്നു പറച്ചിൽ ആ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് പഴയ ശൈലിയിലേക്ക് തന്നെ അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കേന്ദ്ര കമ്മിറ്റി തുടങ്ങുമ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നു എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. ആ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ തരത്തിലുള്ള തെറ്റുതിരുത്തൽ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരുന്ന സൂചന. പക്ഷേ അവിടേക്ക് എത്തിയ നേതാക്കൾ ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം നടത്തിയ വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സഭയിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു MNC വരുമ്പോൾ അവിടെ ഒരു മോണോപ്പൊളി ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അതിൽ അന്ന് അവിടെ മുഖ്യമന്ത്രി നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം തൃപ്തനാവുകയും ചെയ്തു. പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിലാണ് വേറെ രൂപത്തിൽ അതൊരു ഡീൽ എന്ന രൂപത്തിൽ അത് ഉന്നയിക്കുന്നത്. ഓഹരി കൈമാറി എന്ന രൂപത്തിലാണ് പാർട്ടി പത്രത്തിലടക്കം വാർത്ത വന്നത്. ഓഹരി കൈമാറ്റം നടന്നു എന്ന രൂപത്തിലാണ്. പക്ഷേ ഇതേ പ്രതിപക്ഷ നേതാവ് സെബിക്ക് അയച്ച കത്തിൽ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മറിച്ച് തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. സെബിയോട് പറയുമ്പോൾ അതിൽ ശരിയായ നിലപാടാണ് പറയുന്നത്. കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ചെയ്തിട്ടുള്ളതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു MNCയുടെ കാര്യത്തിലും പ്രശ്നമില്ല, ഓഹരി കൈമാറ്റത്തിലും പ്രശ്നമില്ല. ഓഹരി കൈമാറ്റം അവരുടെ ഷെയറാണ് കൈമാറിയത് എന്നുള്ള പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ഇത് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമായി പുറത്തു വരികയും ചെയ്തതാണ്. പക്ഷേ അത് പ്രശ്നമല്ല, അത് നേരത്തെ സർക്കാരിനെ അറിയിക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിയമ നടപടിയിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ട്? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അദാനിക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കാത്ത എന്നാണ് പാർട്ടി സെക്രട്ടറി ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ CPM-ന് ഈ വിഷയത്തിലുള്ള എതിരഭിപ്രായം? ഈ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കുന്ന കാര്യത്തിൽ എന്താണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള എതിരഭിപ്രായം? ഈ ഭരണം മാറുന്നത് വരെയും ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി ഈ കാര്യത്തിൽ പിന്നീട് വരുന്ന മാറ്റത്തെക്കുറിച്ച് അത് രാഷ്ട്രീയമായ ഒരു തന്ത്രം എന്നതിനപ്പുറം ജനം എന്ത് മനസ്സിലാക്കുന്നു എന്നാണല്ലോ പ്രധാനം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്ര വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇങ്ങനൊരു പരാജയത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ഇവിടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. നിങ്ങളെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ആ വിമർശനത്തോടൊക്കെ എത്രത്തോളം പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ധാർഷ്ട്യത്തോടുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പാനന്തരം നോക്കൂ, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ പുത്തലത്ത് ദിനേശൻ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളായി വിശദീകരിക്കുന്നത് അന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട പാർട്ടി നടപടിയെടുക്കാഞ്ഞത്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതല്ലേ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്? അന്ന് എത്രത്തോളം പുച്ഛത്തോടും പരിഹാസത്തോടു കൂടിയാണ് നിങ്ങൾ അതിനെ കണ്ടിരുന്നത്. ഇനി ഈ നേതൃത്വത്തിനാണ് പിഴവ് പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയനും ഈ പറയുന്ന MV ഗോവിന്ദനുമാണല്ലോ. അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ പിണറായി വിജയനെ ആദ്യത്തെ പ്രതികരണം എന്നുള്ളത് അദ്ദേഹം കാറിലേക്ക് കയറാൻ പോകുമ്പോൾ കാറ് ഒന്ന് വലിച്ചു നീക്കുന്നുണ്ട്. അദ്ദേഹം കാലകത്തേക്ക് വെച്ചിട്ടില്ല. അതിൽ രോഷം കൊള്ളുക സ്വാഭാവികമാണെന്ന് കരുതുകയാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്ക് പെട്ടെന്ന് ആ ദൃശ്യം കിട്ടാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരണം കിട്ടാൻ വേണ്ടി വാതിലങ്ങോട്ട് അദ്ദേഹത്തിന് കാല് കയറ്റുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കാനുള്ള ശ്രമം നടന്നു. അത് പിഴവ് തന്നെയാണ്. അതിനുശേഷം നടന്ന പ്രതികരണങ്ങളോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറയും,
അദ്ദേഹമാണ് കേട്ടോ. ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് തൊഴിലാളികളാണ്, അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ തന്നെ ആകണമെന്നില്ല. നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടല്ലോ എന്ന ചോദ്യം ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ രോഷത്തിനിടയാക്കിയത്. അദ്ദേഹം പറയുകയാണ് ഈ വടിയുമായി വരേണ്ട എന്നാണ് പറയുന്നത്. നേരത്തെ ഈ കോൽ പ്രയോഗം നടത്തിയും അദ്ദേഹമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടർമാരുടെ ആയുധം തന്നെയാണ് ഈ പറയുന്ന മൈക്ക്. അതിനെ കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ അപമാനിക്കൽ പല ഘട്ടങ്ങളായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം, ഈ വലിയ പരാജയത്തിന് ശേഷം അതേ പ്രയോഗം തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളപ്പോൾ പറയും. അപ്പോൾ പറയാനുള്ളപ്പോൾ മാത്രമേ പാടുള്ളൂ. ചോദ്യം പാടില്ല എന്ന് പറയുന്നത് പഴയ നേരത്തെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അതേ നിലപാടായി ഇതിനെ കാണണം. ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയും. അദ്ദേഹം മുമ്പ് വയനാട്ടിലും വാർത്താ സമ്മേളനം നടത്തിയത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ ദിവസമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഏതൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് എയർ ടൈം എത്രത്തോളം നൽകി എന്നതിൻ്റെ ഒരു കണക്കൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ചാനലുകളും 0-0, ചില ചാനലുകൾ കൈരളി TV 52 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ വാർത്താ സമ്മേളനം പൂർണ്ണമായി ആ രൂപത്തിൽ കൊടുക്കാത്ത? മുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ഇതാ മാധ്യമങ്ങളെ കാണുന്നു എന്ന രൂപത്തിൽ തന്നെ നേരത്തെ വാർത്ത കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ നേരത്തെ കാർഡ് ഇറക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാകുമെന്ന്. അതെന്തുകൊണ്ടാണ്? അത് അപൂർവമായി നടക്കുന്ന കാര്യമായിരുന്നു. എപ്പോഴും വാർത്താ സമ്മേളനം നടത്താറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇനി ഈ വാർത്താ സമ്മേളനങ്ങൾ ശരിയായി പറയാനുള്ള മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണോ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതെന്നൊരു ചോദ്യമുണ്ട്. മണിക്കൂറുകൾ നീളുന്ന, ചോദ്യങ്ങളില്ലാത്ത, എഴുതി വായിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ വിരസത ഉണ്ടാക്കുന്നതാണ്. ആ രൂപത്തിൽ അത് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശൈലി മാറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതൊക്കെ പോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പരാജയം എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നതെന്നുള്ളതാണ്. വിഴിഞ്ഞ വിഷയം മാത്രമല്ലല്ലോ. പരാജയം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന് കാരണം ഈ നേതാക്കളുടെ ധാർഷ്ട്യമടക്കം, അതും അതിലപ്പുറം എടുത്ത തീരുമാനങ്ങളടക്കം നിരവധി വിഷയങ്ങളുണ്ട്. അതിലെന്ത് വിലയിരുത്തലാണ് നടത്തുന്നത് എന്ന് പൂർണ്ണമായും പുറത്തു പറയേണ്ടതില്ല. ഞങ്ങളിതാ ഇന്ന നേതാക്കളെ വിമർശിക്കുന്നു, അത് പാർട്ടിയുടെ ശൈലിയുമല്ല. ഇന്ന നേതാക്കളെ ആ രൂപത്തിൽ വിമർശിക്കുക, അതൊരു വലിയ രീതിയിലുള്ള വിമർശനമാകുമ്പോൾ ഒക്കെയാണ് അത് പുറത്തു വരാതെ. അതല്ലാതെ നടക്കുന്ന ചർച്ചകൾ ആ രൂപത്തിൽ തന്നെ പുറത്തു വരണമെന്നില്ല. പക്ഷേ എന്താണ് നടക്കുക എന്നൊരു സൂചന പുറത്തേക്ക് നൽകുമല്ലോ. അതായത് നേതാക്കളുടെ പ്രതികരണത്തിലുണ്ടാകുമല്ലോ, ഞങ്ങളൊരു മാറ്റത്തിന് തയ്യാറാണ്. അങ്ങനെ ഒരു സൂചന നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചേരുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിക്കണമെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പുറത്തു പറയുന്നുണ്ട്. ഒരേ സ്വരത്തിൽ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഒരേ സ്വരത്തിൽ പ്രതികരിക്കേണ്ടത്, എടുക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PS ആയിരുന്ന രതീഷ് കാളിയാടൻ പറഞ്ഞിരിക്കുകയാണ് PM ശ്രീയിൽ നിന്ന് അങ്ങനെ ഏകപക്ഷീയമായി പുറകോട്ട് പോകാൻ പറ്റില്ല എന്ന്. അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം അവിടെ മുറിഞ്ഞു പോവുകയാണല്ലോ. PM ശ്രീയിൽ തിരുത്തൽ നടത്തിയത് ഞങ്ങളാണ് എന്നാണ് CPI പറയുന്നത്. അന്നത്തെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു എതിരഭിപ്രായം എങ്ങനെയാണ് അവിടെ CPI ഉന്നയിച്ചതെന്ന്. അങ്ങനെ ആ വിഷയത്തിലും അവിടെ പിഴവ് പറ്റുന്നു. ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഒരുമിച്ച് ഉന്നയിക്കാൻ പറ്റുന്നു എന്നുള്ളതും, കാമ്പുള്ള വിഷയമാണോ ഉന്നയിക്കുന്നതും എന്നതും, ഉന്നയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ തന്നെ പ്രധാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയം എങ്ങനെ ഉന്നയിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാധു പറഞ്ഞ പോലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് മുഖ്യമന്ത്രിയെ കാണാൻ, അവരുടെ ആ സംഘടനയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പോയിക്കൂടെ? ഇപ്പോൾ എത്ര സംഘടനകൾ മുഖ്യമന്ത്രിയെ കാണുന്നു. അവരൊക്കെ തന്നെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളാണല്ലോ. അപ്പോൾ കാണാൻ പറ്റില്ല എന്നൊരു നിലപാടെടുക്കുമ്പോൾ അവർ വന്ന് പറയുന്ന കാര്യം എന്താ കൂടി വിഷയമുണ്ട്. അത് ഒരു ഡീലായി അവതരിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് പറയുമ്പോൾ അത് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ടും അന്നത്തെ CPM നേതാക്കൾ നടത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൽ ചില മന്ത്രിമാരെ വീട്ടിൽ പോയി സന്ദർശിച്ച കാര്യം, ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. അത് പല ഘട്ടങ്ങളായി നിർമ്മലാ സീതാരാമനുമായുള്ള ചായ കുടിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ച, അമിത്ഷായെ വീട്ടിൽ പോയി കണ്ട കാര്യം, അത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. അതിൽ കൃത്യമായ മറുപടി അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് തിരിച്ചടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നൊരു വിഷയം കൂടി
ഉണ്ട്. ഇനി ഇതിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാൻ മുന്നണിയുടെ വിഷയമായി പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് മുന്നണി കൂടിയാണല്ലോ. ആ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറ്റ് 1.5 മാസമായിരിക്കുന്നു. ഈ 1.5 മാസത്തിനിടയ്ക്ക് ഒരൊറ്റ തവണയാണ് LDF ചേർന്നത്. അത് തെരഞ്ഞെടുപ്പ് പരാജയം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച യോഗമാണ്. തെരഞ്ഞെടുപ്പ് പരാജയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല LDF എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPI ഉന്നയിക്കുന്ന ഒരു വിഷയം പ്രതിപക്ഷ ഉപനേതാവ് നേതൃസ്ഥാനമാണല്ലോ. അത് ഒരു കീഴ്വഴക്കമല്ല, ഞങ്ങൾ തന്നെയാണ് നേരത്തെ ഇരുന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും കാലാകാലങ്ങളായിട്ടുള്ള ഒരു പതിവായിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. VSന്റെ കാലത്ത് മാത്രമാണ് അന്ന് കോടിയേരി ഉപനേതാവായി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് G. കാർത്തികേയൻ സ്പീക്കർ ആയപ്പോഴാണ് നിയമസഭയിൽ ഒരു ഓഫീസ് അനുവദിക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവിന്. അപ്പോൾ അതൊരു സഹായകരമായി, അതായത് പ്രതിപക്ഷ നേതാവില്ലാത്തപ്പോൾ ആ ഒരു പദവി അല്ലെങ്കിൽ ആ റോൾ എടുക്കാൻ കഴിയുന്ന ഒരു നേതാവിന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. പിന്നീട് UDF അധികാരത്തിൽ വന്നപ്പോൾ അത് തുടർന്നു. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉപനേതാവ്. ഒരു ഓഫീസ് ഉണ്ട് അവിടെ ആ നേതാവിന് ഇരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പദവി CPI ആവശ്യപ്പെടുന്നതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം CPM ആണെന്നാണ് CPI പറയുന്നത്. CPIയുടെ കുറ്റമേയല്ല എന്നാണ് CPI ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം 36 എന്ന അക്കത്തിലേക്ക് അത് ചുരുങ്ങുന്നു. അതിൽ തന്നെ CPIയെ സംബന്ധിച്ച് CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് പരാജയപ്പെട്ടത്. CPIക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എണ്ണം നോക്കുമ്പോൾ 8 പേരാണ് CPIയിൽ നിന്ന് എന്ന് പറയുമ്പോഴും 26 ഉള്ളൂ CPMന് എന്ന ചോദ്യം CPI ഉന്നയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് പരാജയത്തിന് കാരണം, നിങ്ങളുടെ കാരണം കൊണ്ട് പരാജയപ്പെടുമ്പോൾ ഞങ്ങളാണ് തിരുത്തൽ ശക്തിയായി നിന്നിട്ടുള്ളത് CPI പറയുകയാണ്. എന്ത്? PM ശ്രീയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഉറച്ച നിലപാട് അന്ന് എടുത്തത് കൊണ്ടാണല്ലോ ഇന്ന് ഭരണപക്ഷത്തിനെ വിമർശിക്കാൻ പറ്റുന്നത് എന്ന കാര്യം CPI ഉന്നയിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മറ്റ് വേറെ കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രശ്നം. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൃത്യമായി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള CPMനകത്ത് തന്നെയുള്ള ആശങ്ക CPIയെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിലുമുണ്ട് നന്നായി പെർഫോം ചെയ്ത നേതാവ്. മുൻ മന്ത്രിയായിരുന്ന K. രാജനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ K. രാജന് ഈ ഉപപദവി നൽകണമെന്ന് CPI ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് പറ്റില്ല. K. രാജന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലാണ് അപമാനിക്കുന്ന രൂപത്തിൽ CPI അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം പിണറായി വിജയനിൽ നിന്നുണ്ടായി. അങ്ങനെ ഒരു കാര്യവുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് മുന്നണി യോഗത്തിലല്ലേ എന്ന് തിരിച്ച് ബിനോയ് വിശ്വം ചോദിക്കുകയാണ്. മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെയാണോ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുക? അത് CPM ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതാണോ? അങ്ങനെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു കാര്യം തീരുമാനിക്കേണ്ട എന്ന് CPI പറയുമ്പോൾ അവരുടെ എതിർപ്പ് കൃത്യമായി അത് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ള ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്മേലൊരു ചർച്ച ഇനിയിപ്പോൾ മറ്റന്നാൾ നടക്കാനിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് മുൻപ് പാർട്ടിയുടെ ഒരു പരിപാടിയിലാണെന്ന് ബിനോയ് വിശ്വം ആ കാര്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള, നേരത്തെയും ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ LDF ചേരാൻ പറ്റുന്നില്ല, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ തുലോം ചെറുതായിരിക്കുന്ന അല്ലെങ്കിൽ നേർത്തുപോയിരിക്കുന്ന പ്രതിപക്ഷത്തിന് വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. അടുത്തതായി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗങ്ങൾ കൂടി പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ, ഭാഷ, അത് തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ നുണ പറയുന്നു എന്നുള്ള പ്രയോഗം അതൊരു അപമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് ഘടകം മറിഞ്ഞു, നമ്മൾ പറയാറുണ്ടല്ലോ, നേതാക്കൾ ഘടകം മറിഞ്ഞു, നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മുടെ മുന്നിൽ ഫയലുകളുണ്ട്, പഴയ ബൈറ്റും ഈ ബൈറ്റുമായിട്ട് കൊടുക്കാം, അത്തരത്തിൽ ആ പ്രയോഗങ്ങൾ നടത്താം. മുഖ്യമന്ത്രി ഘടകം മറിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അതിനു പകരം നുണ പറയുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നുണയൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്ന പ്രയോഗം ഇവിടെ ഇരുണ്ട കാലം എന്ന് പറയുന്നു, നുണയൻ എന്ന് വിളിക്കുന്നു. ആ പ്രയോഗങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന വിലയിരുത്തലേക്ക് എന്തുകൊണ്ടാണ് CPMന് എത്താൻ പറ്റാത്തത്? ഇപ്പോൾ വീണ്ടും ആ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പല കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുന്നുണ്ട്. ഘടകം പറഞ്ഞു എന്ന് പറയാം, ആ പ്രയോഗങ്ങൾ കൊടുക്കാം. മുഖ്യമന്ത്രിയായാലും നേതാക്കളായാലും ഏത് നേതാവിനെയായാലും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടക്കാതെ ഭരണപക്ഷത്തെ വിമർശിക്കാൻ കഴിയും പ്രതിപക്ഷത്തിന്. അങ്ങനെയുള്ള കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് വ്യക്തിയാധിക്ഷേപത്തിലേക്ക് കടക്കുന്ന ഒരു രീതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ നമ്മൾ സർവത്ര കണ്ടതാണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടും നിന്നിരുന്നത്. അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്ന ബോധ്യമുണ്ടെങ്കിൽ, തിരുത്തലുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രയോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ്. ഈ നുണപ്രയോഗം ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി RSSുമായി ബന്ധമെന്ന് പറയുമ്പോൾ, ഹിന്ദു ഐക്യവേദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും തിരിച്ച് അദ്ദേഹത്തെയും പിണറായി വിജയനെയും കണ്ടിട്ടുണ്ട് എന്നുള്ള വാദം തിരിച്ചുള്ള ആരോപണമായി ഉയരുകയാണ്.
ഇനിയിപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ആർ വി ബാബുവിന് വിശ്വാസമാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വാസമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസും ഈ പറയുന്ന BJP കേന്ദ്ര നേതൃത്വവുമായി പല വിഷയങ്ങളിലും ഇടനില നിന്നു എന്നുള്ള വിമർശനം അദ്ദേഹവും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല പ്രയോഗങ്ങളും പല ആരോപണങ്ങളും തിരിച്ചടിക്കുന്ന ഒരു വിഷയമുണ്ട്. അതൊക്കെ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് സർക്കാരിനെതിരായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനകീയ സമരങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഒരു വിഷയം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്തത് ഈ ആലപ്പുഴയിൽ G സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. G സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷം UDF പിന്തുണയോടെ ജയിച്ച നേതാവാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. ഒരു MLA അവിടെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നിങ്ങൾ പാർട്ടിയെ വഞ്ചിച്ചവനാണ് എന്ന രൂപത്തിൽ ഒരു പാർട്ടി പ്രവർത്തകൻ അവിടെ ഉന്നയിക്കുന്ന പ്രയോഗങ്ങളും ഒരു മുതിർന്ന നേതാവിനോട് സംസാരിക്കേണ്ട ശൈലിയായിരുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. G സുധാകരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന ഒരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഈ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുന്ന പൊതിച്ചോറ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം മോശമായി പോയി തന്നെ എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നാണ്. 2021 തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ എന്തൊരു മോശം പ്രതികരണമാണെന്നുള്ളതാണ്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു എന്നാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉന്നയിക്കാമായിരുന്നല്ലോ. എന്താണ് ഉന്നയിക്കാതിരുന്നത്? ഇപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ ഉന്നയിക്കുന്ന ഇത്തരം വളരെ വില കുറഞ്ഞ ആരോപണങ്ങൾ. ഒന്നാമത്തെ കാര്യം, G സുധാകരനെ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളത് അഴിമതി വിരുദ്ധനായ അല്ലെങ്കിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു നേതാവിനെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുക. മനസ്സിലാക്കേണ്ടത് അവിടെ ജയിച്ചത് G സുധാകരനാണ്, തോറ്റത് ഇത്തരം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശനും ബാധകമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവസാന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല പദപ്രയോഗങ്ങളും ഗംഭീരമായിരുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഒരു മിനിറ്റ് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ എല്ലാവരും അങ്ങനെയാണല്ലോ എന്നൊരു സാമാന്യവൽക്കരിക്കൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാമാന്യവൽക്കരിക്കലൂടെ ആ പ്രശ്നത്തിലേക്ക് ഊന്നപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വിഷയം ഒറ്റ മിനിറ്റ് സുനിൽ, ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ CPM-ന്റെ തിരുത്തലാണ് രാഷ്ട്രീയമാണ് പറയേണ്ടത് തന്നെയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ശൈലിയിലുണ്ടായിട്ടുള്ള മൂല്യച്യുതി അത് പരിഹരിക്കാൻ നമ്മൾ ഓരോ ആളുകൾ നടത്തുന്ന പ്രയോഗങ്ങളെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അപ്പുറത്തോണ്ട് പ്രശ്നം. സുനിൽ, ഒരു മിനിറ്റ്. അപ്പുറത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇവിടെ ആര് പറഞ്ഞോ? അപ്പുറത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിക്കൂ എന്നല്ലേ ഞാൻ പറഞ്ഞു. അങ്ങ് കേൾക്കാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളുണ്ട്, നിങ്ങൾക്കത് ഉന്നയിക്കാം. ഭരണപക്ഷത്തെ വിമർശിക്കാനും തിരുത്താനും തന്നെയാണ് പ്രതിപക്ഷമുള്ളതെന്നേ. അത് വ്യക്തിയാധിക്ഷേപത്തിലേക്കും നുണയൻ എന്ന പ്രയോഗങ്ങളിലേക്കും പോകരുതെന്നാണ് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നത്. അതല്ല അതിന്റെ ശൈലി, അതല്ല അതിന്റെ രീതി എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിനെതിരെ വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു? മുഖ്യമന്ത്രി എല്ലാ കാലത്തും ശരിയായ പ്രയോഗങ്ങളാണ് നടത്തുന്നത് ഞാൻ പറഞ്ഞു. നമ്മുടെ വിഷയം ഇപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് പറയേണ്ടതുണ്ട്. ഇനി പിണറായി വിജയന്റെ ശൈലി അതൊരു ശരിയായ ശൈലിയല്ല എന്ന പാർട്ടിക്കകത്ത് നിന്നും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തകർ വിമർശിച്ചിട്ടുള്ളതാണ്. ആ വിമർശനം സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന വിമർശനം കൂടി കേന്ദ്ര കമ്മിറ്റി നടത്തുന്നുണ്ട്. എന്തിനാണ് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 3 നിരീക്ഷകർ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തത്? ഇവിടെ കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി പ്രധാനമാണെന്ന് ഞാൻ കരുതുകയാണ്. തിരുത്തലുകൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഈ തലകളൊന്നും ഉരുളില്ലായിരിക്കാം. പക്ഷേ ഒരു രണ്ടാമത്തെ ചേരിയിൽ നിന്നും ഒരു നേതാവിനെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്തിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് ഞാൻ കരുതുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരുത്തേണ്ടതുണ്ട്. ഈ പാർട്ടി നന്നായി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇല്ലാതായതുപോലെ കേരളത്തിൽ CPM ഇല്ലാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനും. CPM വേണം, CPM ഇവിടെ വേണ്ടതുണ്ട്. BJP വളരാതിരിക്കാൻ CPM ഇവിടെ ശക്തമായി നിൽക്കേണ്ടതുണ്ട്. ഇവിടെ മാറി മാറി ഭരിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ അഭികാമ്യമായിട്ടുള്ളത്. ഇതോടെ തുടർ ഭരണത്തിന്റെ അനന്തരഫലം കൂടിയാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ തിരുത്തലിലേക്ക് കടക്കട്ടെ. പക്ഷേ നിലവിൽ പുറത്തുള്ള പ്രതികരണങ്ങൾ അത്തരം പ്രതീക്ഷ നൽകുന്നില്ല എന്ന് ഞാൻ വളരെ നിരാശയോടുകൂടിയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മറ്റത്ര മനസ്സുണ്ടോ? പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിന് അത് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റേതായ ചർച്ചകളാണ് കേരളത്തിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
കേരളത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ പാർട്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന ശൈലി ശരിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദി എന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അന്നത്തെ പ്രതിപക്ഷത്തിന്, ഇന്നത്തെ കോൺഗ്രസിൻ്റെയും BJPയുടെയും അജണ്ടയാണ്. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമുള്ള കാര്യമാണ്. അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിയമസഭയിൽ ഈ കഴിഞ്ഞ നിയമസഭാ ചർച്ചയിൽ നമ്മൾ കണ്ടതാണല്ലോ, പിണറായി വിജയൻ അവിടെ എല്ലാവരും ബുക്കെടുത്ത് വായിക്കുന്ന പോലെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാര്യവ്യക്തതയോടും ശക്തമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് അത്, കോൺഗ്രസിന് നല്ല ധാരണയുണ്ട്. കാരണം പിണറായി വിജയനെ എതിർക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പരാജയ കാരണം ഞാൻ പിണറായി വിജയൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന രീതിയിലേക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, CPIക്ക് അതായത് ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ്, കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരായിരുന്നു. കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാർ അതിൻ്റെ അകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു വന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് CPI ആണ്. ഈ RSSും കോൺഗ്രസിലെ CPMും തമ്മിൽ എന്തോ വലിയ അന്തർധാരയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കാൻ കാരണമായത് ഒരു CPIൻ്റെ പ്രതികരണങ്ങൾ തന്നെയാണ്. അന്ന് കോൺഗ്രസ് പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണെന്ന് അന്ന് ആരുപയോഗിച്ചത്, CPI ഉന്നയിച്ചത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്തൊക്കെ RSSും പിണറായി വിജയനും RSSും എല്ലാം കൂടി ചേർന്ന് എന്തോ ഒരു കോക്കസ് കേരളത്തിലുണ്ടാക്കുന്നെന്നും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒഴിവാക്കി SNDPയുടെ പുറകെ പോയി ഒരു ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ BJPക്കും കോൺഗ്രസിനും വലിയ രീതിയിൽ കേരളത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായത് CPI തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത്, അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരാണ്, പൂർണ്ണ ഉത്തരവാദി CPM ആണ് എന്നുള്ള രീതിയിൽ പറയുക എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നിപ്പോ അവരത് തിരുത്തണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂട്ടുത്തരവാദിത്തത്തിന്റെ പേരിൽ അവർക്കും ഉത്തരവാദിത്തം പറയാം. പറഞ്ഞു, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാം. കാര്യം പറയാം, ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സർക്കാരും പാർട്ടിയും തമ്മിൽ രണ്ടും രണ്ടാണ്. ഭരണപക്ഷത്തിലിരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ VD സതീശനും കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പാർട്ടിയും VD സതീശനും ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ജനങ്ങളിലേക്ക് പുറത്തു വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? പറഞ്ഞാൽ അവർക്ക് അതിന് ഉള്ളിൽ ബോധമുണ്ട്. കാരണം ഈ സാധനം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു എന്ന രീതിയിൽ അവർക്ക് മെച്ചപ്പെട്ട സംവിധാനം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പറയുന്നില്ല. നിങ്ങൾ ആരോടെങ്കിലും മൈക്കൊന്ന് ചോദിക്കേ, ഈ VD സതീശനെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയേ, ഒരാളും മിണ്ടുന്നില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം ഇല്ലാഞ്ഞിട്ടാ? നിങ്ങൾ KC വേണുമാരോട് ചോദിച്ചു നോക്കൂ, ഈ VD സതീശനെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? മിണ്ടൂല. അപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ വീണു, അല്ലെങ്കിൽ പാർട്ടി വീണു, എന്നാൽ പിന്നെ ഞാൻ കയറി ചവിട്ടിക്കളയാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി അവിടെ രക്ഷപ്പെടാനാണ് പോകുന്നത്? അങ്ങനെയുണ്ടോ? അതിനുവേണ്ടി വെള്ളവും വളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, അപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ RSSനെതിരെ ശക്തമായി പോരാടും. ഈ വർഗീയതയ്ക്കെതിരെ ഒരു ബൈലോ ഉണ്ടാക്കിയ ആളാണ് VD സതീശൻ, അല്ലേ? വർഗീയത കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കരുത്, ആരെ പൊന്നാടി ഇടിക്കണം, ആരെ പൊന്നാടി ഇണീക്കരുത്, ഇവിടെ വർഗീയതയ്ക്കെതിരെ പറയും, അവിടെ പോയി ഷാൾ എണീക്കും ചെയ്ത പരിപാടി നടപ്പിലാക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പറഞ്ഞതല്ലേ? വീരവാദം പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണോ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണമെല്ലാം VD സതീശനെതിരെ വരുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അവിടെ പൊന്നാട ഇടരുത്, ഇവിടെ അവിടെ വർഗീയതയ്ക്ക് സംസാരിക്കുകയും ഇവിടെ വർഗീയ പാർട്ടികളെ പൊന്നാട ഇടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് എന്താണ് RSSനെ ഹിന്ദു ഐക്യവേദിനെയും പൊന്നാട ഇടിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇല്ല, വേണ്ട. അവിടെ പിന്നെ BJPയുടെ വൈസ് പ്രസിഡന്റ് NDAന്റെ നേതാവ് വീട്ടിൽ പോയി പൊന്നാട ഇട്ട് കൊടുത്തില്ലേ? അത് ലാവിഷായിട്ട് സ്വീകരിക്കുകയും ചെയ്തല്ലോ. വല്ല ബുദ്ധിമുട്ട് പറഞ്ഞോ? ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് ഓരോ പോസ്റ്റിലിരിക്കുമ്പോൾ സമയം ആ ബുദ്ധിമുട്ട്, പക്ഷേ ജനങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മിക്കുള്ളൂ എന്നുള്ളതാണ്. ഓർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താണ്, പിണറായി വിജയനാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി NDAന്റെ കൺവീനർ വഴി പൊന്നാടി ഇടിച്ചാൽ എന്താണ് പറയുക കേരളത്തിൽ പ്രതിപക്ഷം എല്ലാം കൂടി, അന്നത്തെ പ്രതിപക്ഷം എല്ലാം കൂടി? ഇന്നെന്തേ അത് പറയാൻ പറ്റാത്തത്? PM-ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തേ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്? അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതല്ലേ? എന്നിട്ട് എന്തേ അറബിക്കടലിലേക്ക് പോകായിരുന്നത്? അദാനിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഒക്കച്ചങ്ങായി. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളെ. ശരി, ഞാൻ പറയട്ടെ, ഒക്കച്ചങ്ങായിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഡീലറാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം അദാനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ.
ഞാൻ പറ അവരെ കൂടെയുള്ള ആൾക്കാരെ അതാണിപ്പോ ആർക്കും പ്രശ്നമില്ല. അന്നത്തെ പ്രതിപക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ആർക്കും അപ്പൊ പ്രശ്നമില്ല ഇപ്പോ. ആർക്കും പ്രശ്നമില്ല. അപ്പം എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അവരധികാരത്തിൽ KM ഷാജി എന്താണ് പറഞ്ഞത്? KM ഷാജിന്റെ ഇലക്ഷൻ മന്ത്രിയാവുന്നതിന് മുൻപുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുശേഷം പറയുന്നത് എന്താ? അധികാരത്തിൽ ഞങ്ങളിതാ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കയ്യിൽ അധികാരികളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ്. എന്താണ് മുരളീധരൻ പറഞ്ഞത്? മുരളീധരൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടേ ബോർഡ് കണ്ടില്ലേ? എനിക്കിപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് നിലപാട്. ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? ഈ നിലപാട് വേണം മുന്നോട്ട് പോകണം. അതേ നിലപാട് പ്രതിപക്ഷം എടുക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പറയാൻ പാടില്ല. അതേ നിലപാട് അന്ന് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് എടുത്ത നിലപാട് ഇന്ന് പ്രതിപക്ഷത്തിന് എടുക്കാൻ കഴിയുന്നില്ല. കാരണം പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാൻ കഴിയാത്ത കാരണം എന്താ? അപ്പം നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രിയം ശ്രീയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് പറയാം, നിങ്ങളല്ലേ കൊണ്ടുവന്നത് അല്ലേ ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പം ഇന്ന് ഇവിടെ ഇരുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന് PM ശ്രീയെ കുറിച്ച് എതിര് പറയാൻ പറ്റില്ലേ? പറയില്ലേ? ഈ വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയത്തില്ലേ? അഭിപ്രായം പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഇപ്പം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യം സ്മൃതി മാഡം പറഞ്ഞു. ഏതാണ് വർഗീയവാദി എന്നൊരു മാധ്യമപ്രവർത്തകരെ G. സുധാകരൻ വിളിക്കുകയാണ്. കേരളത്തിലൊരു MLA ആണ്. എന്താ കോൺഗ്രസിൻ്റെ അഭിപ്രായം? വർഗീയവാദി എന്ന് വിളിക്കുകയാണ്. വർഗീയവാദി ഒരു മാധ്യമപ്രവർത്തകരെ വിളിക്കുകയാണ്. കമ്മാന്നൊരക്ഷരം കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. കമ്മാന്നൊരക്ഷരം വേണ്ട. ഞാൻ അത് വിടും. DYFIക്കും മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാണ്. പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല, എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്നുള്ളത് G. സുധാകരൻ കൊണ്ട് കൊടുക്കുമോ വീട്ടിൽ കൂടെ പൊതിച്ചോറ്? ഇന്ന് രാത്രി എനിക്കൊരു അസുഖം വന്ന് നേരെ കയ്യിൽ 5 വയസ്സില്ലാത്ത മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ വരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ നിൽക്കുകയാണ്. അതേവർക്കാണ് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത്. അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ്. എന്താ അഭിപ്രായം കോൺഗ്രസിൻ്റെ? ഒരു കേരളത്തിലെ MLA ആണ് പറയുന്നത്. ഇതേ വർഗീയവാദി പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. എന്തായിരുന്നു കേരളത്തിലെ ബഹളം? ഒരു മാധ്യമപ്രവർത്തകൻ, നമ്മുടെ മാധ്യമപ്രവർത്തകനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് വിളിച്ചത് അല്ലേ? അത് എന്തായിരുന്നു കേരളത്തിലെ ബഹളം? കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ശക്തമായി എതിർത്തില്ലേ? അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്തേ ഈ G. സുധാകരൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതൊന്നും വർഗീയതയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ഒന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെ കമ്പാരിസൺ അല്ല പറയുന്നത്. എന്താണ് പറയട്ടെ ഞാൻ വർഗീയവാദി, ഒരു മാധ്യമപ്രവർത്തനം വർഗീയവാദിയാണ് എന്നുള്ള നിലയിലേക്കൊന്നും ഒരു നേതാവ് പറയരുത്. ആഗ്രഹം ഇവരുടെ നിലപാട് എന്താന്ന് വർഗീയവാദി എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്ത് പറയാം? മുതിർന്ന നേതാവാണ് എന്തും പറയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? മുതിർന്ന നേതാവിന് എന്തും പറയാമെങ്കിൽ പിണറായി വിജയനും പറയാന്ന്. മുതിർന്ന നേതാവാണ് പോലും. അല്ല മാത്രമല്ല മുതിർന്ന നേതാവിന് ഈ പറയുന്ന കൈരളിയുടെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ ഷാജഹാൻ 10-25 വർഷമായിട്ട് കൈരളിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 25 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഈ ഒരു സ്വഭാവമുള്ള ആളാണെന്ന് അറിയാമായിരുന്ന സുധാകരൻ എങ്ങനെയാണ് അതിന് വളം വെച്ചു കൊടുത്തത്? മാത്രമേ ഇത് പറയാനുള്ളൂ. ഈ G. സുധാകരൻ തന്നെ പറയാണ് DYFI എന്ന് പറയുന്നത് ഒരു നന്മയുള്ള സംഘടനയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കാണ്. നന്മയുള്ള സംഘടനയാണ്. പാവങ്ങളെ പാവങ്ങൾക്ക് 2020 ആ ചടങ്ങിൽ പങ്കെടുത്ത G. സുധാകരന്റെ ഫോട്ടോസ് കാപട്യമാണ്. ഇത് മുതിർന്ന നേതാക്കന്മാർക്ക് എന്തു പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ പിണറായി വിജയൻ നിങ്ങൾ കോലി കൊണ്ടുവരണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മാധ്യമസ്ഥാപനമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ? നമ്മൾ തന്നെ ഈ മാധ്യമപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കാറിലേക്ക് കയറി കാല് വെച്ച് കാർ അടച്ചു അല്ലെ, ഡോർ അടച്ചു. മനുഷ്യന് വേദനിക്കില്ലേ? ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ പറയുന്നത് അതിന്റെ റിയാക്ഷനും കൂടി കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ അത് കഴിഞ്ഞ് വരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞോട്ടെ. എന്താണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ മൈക്ക് കൊണ്ട് വരുന്ന സമയത്താണ് പറയുന്നത് കോലിയോട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല. കോലിക്കത് മാധ്യമപ്രവർത്തനം നടത്തുന്നവരെല്ലാം ഈ പറയുന്ന മൈക്കും കൊണ്ട് തന്നെയാണ് ചെല്ലുക അല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറയണം ഞാൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുള്ളൂ. ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്തറിയോ? ഒരാൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹത്തെ അടിച്ചിരുന്നപ്പം പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന പോസ്റ്റ് ആർക്ക് കൊടുക്കരുത്? ഈ പറയുന്ന CPIക്ക് കൊടുക്കുക, CPMന് കൊടുക്കരുത്, CPIക്ക് വേണം എന്ന് പറയുന്നത്. CPIയിൽ ഞങ്ങൾ ചുറുചുറുക്കുള്ള നേതാക്കന്മാർ MLA ആയിട്ടിരിക്കുന്നു. ചുറുചുറുക്കുള്ള നേതാക്കന്മാർ 8 ഉണ്ടാവുള്ളൂ. 22 പേര് മത്സരിച്ചായിരുന്നല്ലോ. 8 ഉള്ളൂ അല്ലേ? അവിടെ 36 പേരിൽ 8 പേരല്ലേ ഉള്ളൂ. ബാക്കി 28 പേര് എവിടെയുള്ളത്? 28 പേര് ഇടതുപക്ഷത്തിൽ. അവിടെയും ചുറുചുറുക്കുള്ള നേതാക്കന്മാരുണ്ടെന്ന്. ഇവരിൽ മാത്രമല്ല.
അവിടെ ചുറുചുറുക്കുള്ള നേതാക്കന്മാരുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ ബാലഗോപാലിനെ ഞങ്ങൾ ഉപനേതാവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ഇത് പിന്നെ എന്താണ് ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ. മുൻപൊരു കീഴ്വഴക്കമുണ്ടോ? ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിപക്ഷമായിരുന്ന VS അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇപ്പം എന്താ ഒരു സാധനം? ഇപ്പം ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം നയിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഞങ്ങളുടെ കെ രാജൻ നല്ല ആളാണ്, ഈ കെ രാജൻ വിചാരിച്ചാൽ ഇപ്പോൾ പാർലമെന്റ് നിയമസഭ എല്ലാം കൂടി എടുത്ത് മറച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന ശൈലി ഉണ്ടല്ലോ, അതൊന്നും അത്ര നല്ല ശരിയല്ല. നിങ്ങൾ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം CPI ഉന്നയിച്ചാൽ അത് LDF മിനിഞ്ഞാന്നാണല്ലോ 14-ാം തീയതി ചർച്ച വെച്ചത്. മിനിഞ്ഞാന്നാണ് 14-ാം തീയതി LDF യോഗം ചേരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇന്ന് വന്നു പിന്നെ യോഗം ചേരുന്നതിന് മുമ്പ് അതാണ് പറയുന്നത്. അതെന്താണ് സ്മൃതിയോട് നേരത്തെ അവർ യോഗം ചേരുന്നതിന് മുമ്പ് ഇപ്പുറത്തൊന്ന് തള്ളി പറഞ്ഞല്ലോ. അങ്ങനെയല്ല, അതെങ്ങനെയാ ഉണ്ടാവുന്നത്? പറയട്ടെ, യോഗം ചേരുന്നതിന് മുമ്പ് അതെന്താണ് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. 2016 കൊടുത്തു. 2016 പറയട്ടെ, 2016 കൊടുത്തിട്ടില്ല. 16 കൊടുക്കാത്ത ആള് നിങ്ങൾ ആ യോഗം ചേരുമ്പോ പറയാ, അതിന് മുന്നേ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞ് വരണ്ട. അതെങ്ങനെയാണ് പറഞ്ഞത്? അവിടെ വന്ന് പറയാ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പ്രതിപക്ഷ ഉപനേതാവ് കിടന്നു. ഇത് 14-ാം തീയതി യോഗം നിശ്ചയിച്ചിട്ട് ഇന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തു പറഞ്ഞു പോയി, ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ചർച്ച കഴിഞ്ഞതാണ്. ഒരു ചർച്ച നടന്നാണ് MP ഗോവിന്ദനുമായി. ആ ചർച്ച പരാജയപ്പെട്ടു. അത് കഴിഞ്ഞു. ഞാൻ പറയുന്നത് നാളെ LDF യോഗം വെച്ചിട്ടുണ്ടല്ലോ. LDF യോഗമല്ല, ഉഭയകക്ഷി ചർച്ച. അല്ല, ഉഭയകക്ഷി ചർച്ച അതിനുള്ള. അപ്പൊ ഉഭയകക്ഷി ചർച്ച 14-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറഞ്ഞാ പോരെ, ഇന്ന് പറയുന്നതിനാ അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഈ കാര്യം അത് എപ്പോഴാണ്? അത് ഈ യോഗം നിശ്ചയിച്ചതിന് മുൻപല്ലേ? 2 ആഴ്ച മുന്നല്ലേ? എത്ര പത്രക്കാരെ കണ്ടു? എത്ര നേരം പത്രക്കാരെ കണ്ടതിന് ശേഷം എന്താ അപ്പോഴൊന്നും പറയാതിരുന്നേ? നാളെ ഇന്നത്തെ ഡേറ്റ് മറ്റന്നാള് പിന്നെ ഉഭയകക്ഷി യോഗം വെച്ചതിന് പക്ഷം ഇന്ന് വന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? പാർട്ടി പരിപാടിയാണ്. ഒക്കെ മനസ്സിലാവുന്നത്. കേരളത്തിൽ ജനങ്ങൾ പൊട്ടന്മാരെന്ന് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. കേരളത്തിൽ ജനങ്ങൾ പൊട്ടന്മാർ അവർക്ക് കാര്യം മനസ്സിലാവും. എന്താണ്? ഞങ്ങൾ പുറത്തു പറഞ്ഞു പോയി, ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് പോയാൽ ഞങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാവും എന്ന് പറയും അവിടെ ചെന്നിട്ട്. അതിന് വേണ്ടി തന്നെയാണ്. അങ്ങനെയാണ് രാഷ്ട്രീയം. ഓ ശരിന്ന് ഇവരൊരു പാർട്ടി തന്നെയാണല്ലോ. കുറച്ചാൾ ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ. നാളെ മറ്റന്നാൾ ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. അല്ല, ഒരു മിനിറ്റ് സ്മൃതി വേണം. ഞാൻ പറഞ്ഞോട്ടെ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് പോയി നോക്കുന്നത്. അവരും ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ ഈ പറയുന്ന പുകമറയുണ്ടല്ലോ, ഈ കഴിഞ്ഞ പ്രാവശ്യം 5 MLA-മാരുണ്ട് ആളായിരുന്നു കേരള കോൺഗ്രസ് M അല്ലേ? അവർക്ക് ഒരു MLA-മാരും ഇല്ല പ്രാവശ്യം ഇല്ലേ? ഒരു MLA-മാരും ഒരു MP ഇല്ല. ആ പാർട്ടി അവിടെ ഉണ്ട്. അതും ഈ CPI-നെ പോലെ ഒരു ഘടകകക്ഷി തന്നെയാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഉന്നയിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മാത്രമാണ് വലിയ സംവിധാനം. അവർക്ക് കാര്യം പറയാൻ. നേരത്തെ G. സുധാകരുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഭക്ഷണ പൊതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതൊക്കെ കേട്ടു. അതിന്റെ വിശദീകരണം ഞാൻ കേട്ടതാണ്. അത് കേൾക്കണം. കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അതൊക്കെ പിന്നെ തിരിച്ചടിയായി അതൊക്കെ കേട്ടതാണ്. ആ പ്രസംഗം ആദ്യം കേൾക്കൂ. അത് തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്, കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം? അതൊന്ന് പറഞ്ഞേ. കൊടി വെച്ച് പാർട്ടിയുടെ അവിടെ ഷെഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. കൊടി വെച്ച് കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഷെഡും കെട്ടാനുള്ള സ്ഥലമാണോ മെഡിക്കൽ കോളേജിന്റെ പരിസരം എന്നുള്ളതാണ് ചോദ്യം. എന്തൊരു സ്നേഹം, എന്തൊരു സംവിധാനം. G. സുധാകരൻ കൊടുക്കട്ടെ, MLA അല്ലേ? സർക്കാരാണ് ചെയ്തെന്ന് പറഞ്ഞു. ചെയ്തിട്ട് കൊടുത്താൽ മതി, അതൊരു പട്ടി എടുക്കണോ? സർക്കാർ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 8 ലക്ഷം പേർ G. സുധാകരൻ എന്താ ഇത്ര പാർട്ടി അതൃപ്തി ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? അദ്ദേഹം MLA ആയി, MP ആയി, മന്ത്രിയായി, എല്ലാ ഫെസിലിറ്റിയും ആയിക്കോട്ടെ. കേരളത്തിൽ എത്ര പേര് പറയട്ടെ, കേരളത്തിലെ എത്ര MLA-മാര് ഈ VD സതീശൻ തോറ്റിട്ടില്ലേ?
തോറ്റു എന്ന് വെച്ചാൽ എന്താ പ്രശ്നം? തോറ്റു വെച്ച പ്രശ്നം എന്താ ഉണ്ടെന്നാണ് പറഞ്ഞാ? തോൽവി പഠിക്കണം. അത് തോൽവി അത് പഠിച്ചോളൂ നിങ്ങൾ. അയാലും ഒരു മിനിറ്റ്, 2016 നമ്മുടെ വിഷയം ഈ ഒരു മിനിറ്റ്, മാറ്റത്തിന് 2014 സോറി 2011 തുടങ്ങി 16 72 സീറ്റിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 41 സീറ്റിലേക്ക് തോറ്റ എങ്ങനെയാ 20 സീറ്റിലേക്ക് കോൺഗ്രസ് താഴെ പോയല്ലോ, എങ്ങനെയല്ലേ? അന്ന് തോറ്റ് പഠിച്ചിട്ടാണോ 2021 അധികാരത്തിൽ വന്നായിരുന്നോ തിരിച്ച്? നിങ്ങൾ അന്ന് വലിയ പഠിത്തം പഠിച്ചായിരുന്നു 2021 അധികാരത്തിൽ വരണ്ടേ? ഒരു മിനിറ്റ് പറയട്ടെ, നിങ്ങൾ ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്ന്. ആ സാഹചര്യം ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞുതരാം എന്താണെന്ന്. ഈ പറഞ്ഞ 10 വർഷം ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുകയാണ്, മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ഒരു കേരളത്തിൽ മാറ്റം വേണമെന്ന് തീരുമാനിച്ച് മാറ്റം വരും. അത് നിങ്ങൾ 2016 ഞങ്ങൾ ഭയങ്കരമായി പരാജയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് നല്ല എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ സമീപനങ്ങളും പാർട്ടിയുടെ തെറ്റുകളും ഒക്കെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ജനങ്ങൾക്ക് ചേഞ്ച് വേണം എന്നതുകൊണ്ടാണ് പാർട്ടി വിലയിരുത്തുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് അങ്ങയുടെ മാത്രം അഭിപ്രായമല്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത്. പാർട്ടി അധികം പാർട്ടിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് പറയണം. ഒരു മിനിറ്റ്, ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം അല്ല പറയുന്നത്. എനിക്ക് അങ്ങനെ പാർട്ടിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ ഉണ്ടായിരുന്നത്, മനസ്സിലായോ? നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സമയത്ത് സ്വസ്ഥമായി പറയാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. അത് പറയാൻ സമ്മതിക്കുന്നില്ലോ. എന്താ സംഭവിക്കുന്നത്? 2011 തുടങ്ങി 16 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാർ 2016 പരാജയപ്പെട്ടു. 20 സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി. അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിൽ നിങ്ങൾ തോൽവിനെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 2021 അധികാരത്തിൽ വരണ്ടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഓരോ സാഹചര്യം പറയുകയാണ്. ഇന്നും അതേപോലെ സാഹചര്യം ഇന്നുണ്ട്, നിങ്ങൾ കൂട്ടിക്കോ. ഈ പാർട്ടി പറിച്ചു വന്നോളെ. കാരണം 85 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് LDFന്. തോറ്റ് എത്ര സീറ്റാണ്? 20 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 1 കോടി UDFന് കിട്ടിയിട്ടുണ്ട്, 82 ലക്ഷം കോൺഗ്രസും കിട്ടിയിട്ടുണ്ട്. 19 ലക്ഷത്തി സംതിങ്ങിൻ്റെ എന്നാണ്ട് വ്യത്യാസമേ ഉള്ളൂ ഈ പറഞ്ഞ LDF UDF തമ്മിൽ. 82 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത പാർട്ടിയുണ്ട് കേരളത്തിൽ. എനിക്ക് അഭിപ്രായം പറയട്ടെ. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള സമയം കൊടുക്കുന്നേ അതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സമിതി കൊടുക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊടുക്കുന്നത്, കേന്ദ്ര കമ്മിറ്റിയൊക്കെ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. 45 ദിവസമല്ല നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങളിപ്പോൾ അധികാരത്തിൽ കയറിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ അത് പഠിച്ചു വരട്ടെ, ധാരണ എടുത്ത് മുന്നോട്ട് വരുമല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ത് കാര്യം എന്നാ നിങ്ങൾ നടപ്പിലാക്കുന്നേ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു മിനിറ്റ്, കോൺഗ്രസിന്റെ നിലപാട് വിഴിഞ്ഞത്തിൽ എന്താ? നമ്മുടെ വിഷയം അതാണ്. നിങ്ങൾ അത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ PMCയിൽ കോൺഗ്രസിന്റെ വിഷയം എന്താ? ഇതൊക്കെ നമ്മള് PMCയിൽ ഒരു മിനിറ്റ്, വേറൊരു കാര്യം പോലെ എന്താണ്? കേരളയിൽ മഞ്ഞക്കുറ്റി തോട്ടിലെറിയെന്ന് പറഞ്ഞ് ശ്രീധരനെ, അതാണ് വലിയ എന്തോ പിന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗൗരവം പറഞ്ഞ ശ്രീധരന്റെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ പുതിയത് പോകുന്നത്. BJPയുടെ ഒരു അന്തർധാരയില്ല. അദ്ദേഹം BJP മാത്രമല്ലല്ലോ. അതാണ് പറയുന്നത്. അതാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം BJPയും നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം BJP അല്ലാതായി ചെയ്യും. അതാണ് CPM ചർച്ച നടത്തിയിട്ടില്ല. എന്നിട്ട് നടപ്പിലാക്കിയോ? എന്താ നടപ്പിലാക്കാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, മഞ്ഞക്കുറ്റി ഒരു തോറ്റ വിഷയം. അതാണ് പറയുന്നത്. അതാണ് ആ തോറ്റ വിഷയമാണ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത്. ആ തോറ്റ വിഷയം ആകാശത്തിൽ കൂടെ പോകുമോ റെയില്? ആകാശത്തിൽ കൂടെ പോകുമോ റെയില്? ആകാശത്തിൽ കൂടെ പോകുമോ റെയില്? പോകില്ലല്ലോ. ഈ പറയുന്ന സ്ഥലം എടുത്ത് തന്നെ മുന്നോട്ട് പോകണ്ടേ? എലവേറ്റഡ് ട്രാക്ക് ആണ്, എലവേറ്റഡ് ട്രാക്കും തുരങ്കങ്ങളുമാണ്. അതെ. അപ്പൊ ഈ തുരങ്കം ഒന്നും ഈ ഭൂമി കൂടെ അല്ല വരിക, അല്ല ഇതൊക്കെ ആകാശത്തിൽ കൂടെ പോകും. എന്താ മാധു, നിങ്ങളുടെ കുട്ടി ഒരു മനുഷ്യത്വരഹിതയല്ല. നിങ്ങളുടെ കുട്ടി നല്ല കുട്ടിയും ഇതാ ഇപ്പറയുള്ള ഒരു കുട്ടിയാണ് കാണുന്നത്. ഇതെന്ത് കുട്ടിയാണ് എന്ന് ചോദിക്കുന്ന ശൈലി ഉണ്ടല്ലോ, അതൊന്നും നല്ലതല്ല. തോറ്റ കുട്ടിയാണെന്നേ, അതാണ് ഞാൻ പറയുന്നത്. അത് ഇത്രയും നാളും ഈ പറയുന്ന കോൺഗ്രസിന്റെ അഭിപ്രായം അല്ല, കഴിഞ്ഞ ഈ പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും CPM ഒക്കെ കോൺഗ്രസിന്റെ അഭിപ്രായം കേട്ടിട്ടല്ലോ വളർന്നിട്ടുള്ളത്. ആണോ? കോൺഗ്രസിന്റെ അഭിപ്രായം കേട്ടിട്ടല്ലേ വളർന്നിട്ടുള്ളത്. അഭിപ്രായം കേൾക്കാൻ
തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? മാധു അല്ല സ്മൃതി മാഡം, കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് PM ശ്രീയിൽ RSSുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ? വിഴിഞ്ഞത്ത് RSSുമായി ചങ്ങാത്തോ? ഹൈക്കോടതിയിൽ പീഡനന്മാരെ കീഴിച്ച RSSുമായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? RSSന്റെയും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? ഈ ശ്രീധരനുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ എന്നൊക്കെ പറ. വർഗീയ പാർട്ടികളെ എങ്ങനെയാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് പറ. അല്ല ഞാൻ അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ. എന്താ അറിയോ, പിണറായി വിജയൻ ഏകാധിപതിയാണ് പോലും. ആരാ പറഞ്ഞേ? ആരാ പറയാത്തത്? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ UDF പറഞ്ഞു തന്നോണ്ടിരുന്നത് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പറഞ്ഞു. ഇപ്പൊ VD സതീശൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ പറയണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. കേരളത്തിൽ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. ജനം മനസ്സിലാക്കിയത് വിഷയം എടുത്തത് CPM തയ്യാറുണ്ടോ മാറ്റത്തിന്? അല്ല, CPM മാറ്റത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് CPM മാറ്റത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ ഇഷ്ടം പോലെ സമയം കിടക്കാനേ. ഇപ്പോൾ പരാജയപ്പെട്ട പാർട്ടി അവിടെ നിങ്ങൾ രാഷ്ട്രീയ നിലപാട്, ഒരു മിനിറ്റ് സ്മൃതി മേഡം, നിങ്ങൾ പറഞ്ഞൊരു വ്യത്യാസം ഉണ്ടെന്നറിയോ? നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പറയുകയും പിണറായി വിജയനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പറയും, നിങ്ങൾ പിന്നെന്താണ് അതാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം പറയണം. നിങ്ങൾ പിണറായി വിജയനെ ഫോക്കസ് ചെയ്യുന്നത്. പിണറായി വിജയൻ ഈ പാർട്ടി മറന്നുപോയോ? പിണറായി വിജയൻ ഒറ്റ നേതാവിനെ മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടത് അല്ലേ? ഹോർഡിങ്സ് അങ്ങനെയല്ലേ? മറന്നുപോയോ? എല്ലാ കാലത്തും പ്രചാരണം എങ്ങനെയാണ്? അത് എല്ലാ കാലത്തും ആരാണോ മുഖ്യമന്ത്രി അവരെ വെച്ചിട്ട് ഈ പാർട്ടി ഈ പാർട്ടിയല്ല, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിച്ച കാര്യമുണ്ട്. പിണറായി വിജയനെയും MV ഗോവിന്ദനുമെതിരെയും തന്നെയാണ് രൂക്ഷമായ വിമർശനങ്ങൾ താഴെ മുതൽ ഉണ്ടായിട്ടുള്ളത്. അത് നേതൃത്വത്തിനെയാണ് പാർട്ടി വിമർശനം ആരും പറയുന്നില്ലല്ലോ. 2016 ഇലക്ഷന് നിങ്ങൾ ഉമ്മൻചാണ്ടിനെ വെച്ചിട്ടല്ല നേരിട്ടത്. എന്നാ പിന്നെ ഉമ്മൻചാണ്ടി ഇങ്ങനെ പോയി ചർച്ച അവസാനിക്കില്ല. അതുകൊണ്ട് മാറ്റത്തിന് മനസ്സുണ്ടോ? മനസ്സില്ലാത്ത ഒരു പ്രതികരണം ഇവിടെ നിന്ന് കണ്ടു. പറഞ്ഞു പോരുത്. മാറ്റത്തിന് മനസ്സുണ്ടോ? മാറ്റത്തിന് ഒരു മനസ്സിലൊരു കാര്യം പറയൂ. പാർട്ടി തീരുമാനിച്ചോളൂ. നിങ്ങൾ ഒരു മാറ്റം നടത്തേണ്ട കാര്യമില്ല. ഒരു മാറ്റം നടത്തേണ്ട കാര്യമില്ല. അല്ല, കോൺഗ്രസിന് പറയാൻ പാടില്ല എന്നുള്ള ശൈലിയിലാണ് പോകുന്നത് നിങ്ങൾ. കേരളത്തിലെ കോൺഗ്രസിൽ RSS നിലപാട് പറ. ഇപ്പം മുഖ്യമന്ത്രി VD സതീശനെ ഹിന്ദു ഐക്യവേദിക്കാർ പോയി കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്ന് 3 പ്രതികരണങ്ങൾ വന്നു. PA മുഹമ്മദ് റിയാസിന്റെയും P രാജീവിന്റെയും അടക്കം. അത് അല്ല, മുഖ്യമന്ത്രി VD സതീശനെ കണ്ടതിൽ. അപ്പോൾ RV ബാബു ഇന്ന് ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇതിലെന്താ നിലപാട്? അത് BJP-ക്കാരെ അനുനയിപ്പിക്കാനും RSSുമായി ബാന്ധവം ഉണ്ടാക്കാനുമാണ് ഹിന്ദു ഐക്യവേദിക്കാർ VD സതീശനെ പോയി കണ്ടതെങ്കിൽ 2016 പിണറായി വിജയനെ പോയി കണ്ടത് എന്തിനാണ്? രഹസ്യ കൂടിക്കാഴ്ചയാണെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കാണുന്നതിനെ ആ രൂപത്തിൽ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്. ഈ കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ADGP MR അജിത് കുമാർ MR അജിത് കുമാർ പിണറായി വിജയന് വേണ്ടിട്ട് എന്താ ഇടപാട് നടത്താൻ പോയി പറഞ്ഞ പാർട്ടിയാണ് നിങ്ങൾ. ആ പാർട്ടിയാണ് കോൺഗ്രസ്. മറുപടി പറഞ്ഞില്ല. ചോദ്യം മുഖ്യമന്ത്രിയെ കാണുന്നത് നമ്മുടെ ചോദ്യം മറുപടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ചേരുന്ന വിഷയത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച നടത്തിയത്. കോൺഗ്രസിലെ മാറ്റത്തെ കുറിച്ചല്ല, CPM മാറ്റത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. അതിൽ യെസ് ഒന്ന് 2, നോ ഒന്ന് 2. Meet the editors.